റോജായ ആഗോള അയ്യപ്പ സംഗമം പ്രഖ്യാപിച്ച് ഒരു ഇലക്ഷൻ ട്രെൻഡ് സെറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു CPM. അതിനിടയിലാണ് ഈ ഒരു പോലീസ് ക്രൂരതകളുടെ കഥകൾ പുറത്തു വരുന്നത്. ഇതിന് ന്യായീകരിക്കാൻ പിണറായി സർക്കാർ ഏറെ വിയർക്കേണ്ടി വരില്ലേ? ഈ കേരളം ഭരിച്ചിട്ടുള്ള എല്ലാ സർക്കാരുകളുടെയും എല്ലാ മുന്നണി സർക്കാരുകളുടെയും ഒരു എപ്പോഴും അവരുടെ ഭരണത്തിൻ്റെ അന്തകരായി മാറുന്ന കേരളത്തിലെ പോലീസുകാരാണ്. ഇപ്പോൾ 1957 വന്ന ആദ്യത്തെ EMS സർക്കാർ, EMS സർക്കാരിൻ്റെ കാലത്ത് സർക്കാരിനെതിരെ പ്രതിപക്ഷം നടത്തിയ സമരങ്ങളുടെ ഭാഗമായിട്ട് ഒരുപാട് 10-15 വെടിവെപ്പുകൾ, ഒരുപാട് പേര് മരിച്ചു, ലാത്തി ചാർജുകൾ എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. അങ്ങനെ ആ സർക്കാരിൻ്റെ പതനത്തിന് പോലും കാരണമാക്കിയത് അന്നത്തെ ക്രമസമാധാന പ്രശ്നവും പോലീസിൻ്റെ അട്രോസിറ്റീസുമായിരുന്നു അതിനായത്. പിന്നീട് വന്ന എല്ലാ സർക്കാരുകൾക്കും ഇതൊരു വലിയ തലവേദനയാണ്. പോലീസിൻ്റെ പെരുമാറ്റങ്ങളും പോലീസ് ജനങ്ങളെ എടുത്തിടിക്കുന്നതും പിടിക്കുന്നതും എല്ലാം അതൊരു നിരന്തരം തെരഞ്ഞെടുപ്പ് വിഷയമാവുകയും അവർക്കെല്ലാം വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുക. 1977 113 സീറ്റ് വാങ്ങിച്ചാണ് അന്നത്തെ UDF സർക്കാർ കരുണാകരൻ്റെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ വന്ന്. കരുണാകരൻ മന്ത്രിസഭ വന്നു 30ാമത്തെ ദിവസം കരുണാകരൻ രാജിവെക്കേണ്ടി വരുന്നു. പോലീസ് അടിയന്തരാവസ്ഥ കാലത്ത് RECയിലെ കോഴിക്കോട് RECയിലെ ഇപ്പോഴത്തെ NIT എന്ന് പറയുന്ന സ്ഥാപനത്തിലെ വിദ്യാർത്ഥിയായിരുന്ന P. രാജൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഉരുട്ടിക്കൊന്നു, കക്കയം ക്യാമ്പിൽ വെച്ച് ഉരുട്ടിക്കൊന്നു. അപ്പോൾ അതിൻ്റെ പാപഭാരം പേറി പോലീസിൻ്റെ അട്രോസിറ്റി ആണെന്നുള്ള നിരന്തരമായ പ്രശ്നങ്ങളും പോലീസ് കേസും കോടതിയിലെ കേസും ഒക്കെ വന്നപ്പോഴത്തേക്ക് കരുണാകരൻ അധികാരമേറ്റതിന് 30ാമത്തെ ദിവസം രാജിവെക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ പിന്നെ തുടർന്ന് വന്ന എല്ലാ സർക്കാരുകളുടെയും പതനത്തിന് കാരണമാകുന്നത് എപ്പോഴും ഒട്ടുമിക്ക പേരുടെയും സർക്കാരുകളുടെ പതനത്തിനിടയാകുന്ന പോലീസുകാരാണ്. അതേപോലെ തന്നെ ഇപ്പോൾ 2001 നായനാർ സർക്കാരിൻ്റെ കാലത്ത് പോലീസിൻ്റെ അട്രോസിറ്റീസ് കൊണ്ടാണ് 2001 AK ആന്റണി അധികാരത്തിൽ വരാനിടയായത്. പിന്നീട് വന്ന 2006 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വന്ന ജിഷ കേസ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വന്നു. സോളാർ കേസിനകത്തെ മർദ്ദനങ്ങൾ, അങ്ങനെ പോലീസുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സർക്കാരുകൾ പതിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രണ്ടാം വട്ടം സർക്കാർ 2016 വന്ന സർക്കാർ 2021 പിണറായി സർക്കാരിന് അധികാര തുടർച്ച കിട്ടി. പക്ഷേ ഇപ്പോൾ ഈ ഭരണത്തിൻ്റെ അവസാനം ഒരുപാട് സർക്കാർ വിരുദ്ധ വികാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് അവരെ ഒരു കച്ചിത്തുരുമ്പ് പോലാണ് അവർക്ക് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഒരു സാധ്യത കാണുകയും അത് ഉപയോഗിച്ച് നഷ്ടപ്പെട്ട ഭൂരിപക്ഷ സമുദായത്തിൻ്റെ പിന്തുണ തിരിച്ചു പിടിക്കാമെന്നുള്ളൊരു മോഹത്തിലാണ് ഇവിടെ ഇതുമായിട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിന് നീങ്ങുന്നതിനിടയിൽ കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷം ഇതിനോട് സഹകരിക്കത്തില്ല എന്നൊക്കെ പറയുന്നതിനിടയിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായ രാഹുൽ മാങ്കൂട്ടം MLA-ക്കെതിരെ വന്ന ലൈംഗിക പീഡന പരാതികളും അതോടുകൂടി കോൺഗ്രസ് ഏതാണ് നിലം പറ്റിപ്പോയി എന്നുള്ളൊരു സ്ഥിതിയിലെത്തി. കാരണം മുഖം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു. അവർ വലിയ പ്രതീക്ഷയോടുകൂടി വളർത്തിക്കൊണ്ടുവന്ന അവരുടെ ഒരു യുവ നേതാവ് ഒരു പരമ്പരകളിൽ തന്നെ പെട്ട ലൈംഗിക പരാതികളിൽ പെട്ടിങ്ങനെ നാമാവശേഷമായി നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് ഇടിത്തീ പോലെ സർക്കാരിനെതിരായിട്ട് ഈ പോലീസ് അതിക്രമത്തിൻ്റെ കഥകൾ ഓരോന്ന് പുറത്തു വരാൻ തുടങ്ങി. ഈ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് സജിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ സ്റ്റേഷനുള്ളിൽ വെച്ച് നേരിടേണ്ടി വന്ന അതിക്രൂരമായ മർദ്ദനത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി അപ്പോൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഏതാണ്ട് ഒരു സുനാമി പോലാണ് കേരളത്തിൽ എല്ലാ ദിവസവും മാധ്യമങ്ങളിൽ, പത്രങ്ങളിൽ സാധാരണക്കാർ മുന്നോട്ട് വന്ന് പറയുകയാണ്, ഞങ്ങളെ പോലീസ് ഇത്ര ക്രൂരമായ രീതിയിൽ മർദ്ദിച്ചു, അതിൻ്റെ ദയനീയമായ കഥകളൊക്കെയാണ്. ഇതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ചത് മാത്രമാണെന്ന് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് പിണറായി വിജയനും മാറാൻ പറ്റാതായിപ്പോയെന്ന് പറഞ്ഞാൽ ഒന്നിനു പുറകെ ഒന്നായി CPM അനുഭാവികളും CPM-ൻ്റെ നേതാക്കന്മാർ, പ്രാദേശിക നേതാക്കന്മാർക്കൊക്കെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന മർദ്ദനത്തിൻ്റെ ദയനീയമായ കഥകളാണ് വന്നത്. ഇപ്പം കൊല്ലം നെടുമ്പന നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സജീവൻ എന്ന് പറയുന്ന ആളിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കഴുത്തിന് പിടിച്ച് തള്ളിയെന്നും മർദ്ദിച്ചെന്നുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു. അയാൾ അത് വന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുന്നു. തൊട്ടു പിന്നാലെ പത്തനംതിട്ടയിലെ മുൻ SFI ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ തണ്ടിത്തോട് എന്ന് പറയുന്നു. അങ്ങനെ CPM ഇന്നലെ തന്നെ പുതുതായിട്ട് വന്നിരിക്കുന്നതാണ് CPM യൂണിയനിൽപ്പെട്ട ഒരു പഞ്ചായത്ത് സെക്രട്ടറി രാജീവ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകൻ ഒരു SFI-കാരനാണ്, കോളേജ് വിദ്യാർത്ഥിയാണ്. അയാളെ പോലീസ് മർദ്ദിച്ച സംഭവങ്ങൾ, ആൾ മാറി മോഷ്ടാവെന്ന് പറഞ്ഞ് അമൽ ആൻ്റണി എന്ന് പറയുന്ന മൂവാറ്റുപുഴയിലൊരു ചെറുപ്പക്കാരനെ പോലീസ് എടുത്ത് മർദ്ദിച്ചത്. ഇങ്ങനെ ഈ പീച്ചിയിൽ ഒരു ഹോട്ടൽ ഉടമയും മകനെയും എടുത്തിട്ട് അടിച്ചത് സംഭവം. ഇങ്ങനെ ഒരു പരമ്പര തന്നെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ സർക്കാർ പൂർണ്ണമായി ഏതാണ്ട് ഒരു പ്രതിരോധത്തിൽ നിൽക്കുകയാണ്. ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പാർട്ടി നേതാക്കൾക്കോ
പാർട്ടിയുടെ അനുഭാവികൾക്കോ ന്യായീകരണ തൊഴിലാളികളെന്ന് നമ്മൾ കളിയാക്കി വിളിക്കുന്നവർക്കോ പോലും സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് പുറത്തോട്ട് വരാൻ പറ്റാത്തൊരു സാഹചര്യമായി. അതൊരു സത്യം പറഞ്ഞാൽ ഈ സർക്കാർ നേരിട്ട ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ്. എന്തു പറയും, സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി നീതി തേടി പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഭീകരമായ അവസ്ഥയാണ്. പിണറായി വിജയൻ തുടക്കം മുതലേ പറയുന്നുണ്ട്, എല്ലാ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിങ്ങുകളും വന്ന് അദ്ദേഹം പറയുന്ന ഒരു സ്ഥിരം വാചകമുണ്ട്, ജനങ്ങളെ പോലീസ് സ്റ്റേഷനിൽ വരുന്നവരെ മർദ്ദിക്കുകയും അത്തരക്കാരെ ക്രമസമാധാന ചുമതലകളിൽ നിന്ന് ഒഴിവാക്കി നിർത്തണമെന്ന് നിരന്തര പോലീസ് ഉന്നതന്മാരുടെ മീറ്റിങ്ങിനകത്ത് അദ്ദേഹം പറയുന്നത്. പക്ഷേ അതൊന്നും നടപ്പിലായിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നതെല്ലാം അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളത് തോന്നുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. അപ്പം ഇവിടെ ഒരു സർക്കാരില്ലായ്മ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഒരു ആഭ്യന്തര വകുപ്പിനൊരു നാഥനില്ലാത്തൊരവസ്ഥ. പോലീസുകാർക്കെല്ലാം അവരവർക്ക് തോന്നിയ പോലെയാണ്. ഈ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ പറയുന്നതൊന്നും കേൾക്കുന്നില്ല എന്നുള്ളതും, വളരെ ക്രൂരന്മാരായ ആൾക്കാരാണ് സ്റ്റേഷൻ ഭരിക്കുന്നതെന്നുള്ളൊരവസ്ഥ. എന്തിനാണ് SHOമാരെ കൊണ്ടുവന്നത്? SHOമാരെ കൊണ്ടുവന്ന് സ്റ്റേഷനുള്ളിൽ ഇത്തരം അതിക്രമങ്ങൾ നടക്കുന്നതിന് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. പണ്ട് കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ വരുന്നത് സബ് ഇൻസ്പെക്ടർമാർക്ക്. അപ്പോൾ അതിന് മേലൊരു മേലധികാരി എന്നുള്ള നിലയിലാണ് സ്റ്റേഷനിൻ്റെ ചുമതല SHOമാർക്ക്, സർക്കിൾ ഇൻസ്പെക്ടർമാർക്ക് കൊടുത്തുകൊണ്ടുള്ള ഒരു പരിഷ്കാരം വന്നു. പക്ഷേ അത് വന്നിട്ടും സ്ഥിതി പോലെ SHOമാരെ ഇറങ്ങി തന്നെ ആൾക്കാരെ ഇടിക്കുന്നു എന്നാണ് ഈ പരാതികൾ മുഴുവൻ വരുന്നത്. അപ്പം ഒരു തരത്തിലും എന്താ പറയുക, ജനമൈത്രി എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ, ഒരു മൈത്രിയും ഇല്ലാത്ത രീതിയിൽ ഇടിയം പോലീസായിട്ട് മാറുന്നു എന്നുള്ള. അത് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ അത് വലിയ തോതിൽ പ്രതിഫലിക്കും. സർക്കാരിന് എന്ത് പറയണമെന്നറിയാൻ പറ്റാത്തൊരവസ്ഥ. ഈ സംഭവം വന്നിട്ട് ഇപ്പോൾ വേണ്ട ഒരാഴ്ച കഴിഞ്ഞ് പിണറായി വിജയൻ മിണ്ടിയിട്ടില്ല. പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണാറില്ല, അത് വേറെ കാര്യം. പക്ഷേ പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റോ ഒരു പത്രക്കുറിപ്പോ പോലും ഇതുവരെ പോലും ഇത്രയും വലിയ സംഭവങ്ങളുണ്ടായിട്ട് ഒരു നടപടി ഉണ്ടാകുന്നില്ല. ഈ സസ്പെൻഷൻ എന്ന് പറയുന്നതുകൊണ്ട് ഇതുകൊണ്ടൊന്നും തീരാൻ പോകുന്ന കേസ് കിട്ടുന്നില്ല. കാരണം പോലീസുകാർ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. കാരണം അതിന്മേൽ ഒരു കൺട്രോൾ ഭരിക്കുന്ന സർക്കാർ, ജനാധിപത്യ സർക്കാരിനാണ് പോലീസിൻ്റെ മേൽ കൺട്രോൾ ഉള്ളത്. അല്ലാതെ പോലീസുകാർക്ക് തോന്നിവാസം ചെയ്യാനല്ലല്ലോ നമ്മൾ പിണറായി വിജയനെയും അല്ലെങ്കിൽ കെ കരുണാകരനെയും ആൻ്റണിയെയും ഒക്കെ തിരഞ്ഞെടുക്കുന്നത്. ജനങ്ങളെ ഭരിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് പോലീസ്. പക്ഷേ പോലീസ് ബ്രിട്ടീഷുകാരുടെ കാലത്തെ പോലീസിനെ കടലിൽ ഭീകരന്മാരായി മാറുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ നിൽക്കുകയാണ്. ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നുള്ള പറയുന്ന ഒരു അവസ്ഥ. ഈ ലഭിച്ച അവസരം കോൺഗ്രസ് അതിവിദഗ്ധമായിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, സമാനതകളില്ലാത്ത ഒരു സമരമാണ് നടക്കുന്നത്. തിരുവോണ ദിവസം പോലും തെരുവിലിറങ്ങി സമരം ചെയ്യുകയാണ്. അതും ഈ മർദ്ദനത്തിൽ ആരോപണ വിധേയരായ പോലീസ് ഓഫീസർമാരുടെ വീടുകളിലേക്ക്. ഈ അവസരം മുതലാക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ല, അതൊരു പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രധാന കടമ. ഞാനതാ പറഞ്ഞേ, പിണറായി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രശ്നത്തിൽ വന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും UDFും ഏതാണ്ട് നിലം പറ്റിപ്പോയ അവസ്ഥയാണ്. നാമാവശേഷം അവർ വളർത്തിക്കൊണ്ടുവന്ന, വലിയ പ്രതീക്ഷയോടുകൂടി വളർത്തിക്കൊണ്ടുവന്ന ഒരു യുവ നേതാവ് നാടുകൾ നടന്ന് പെണ്ണു പിടിച്ചു എന്ന് പറയുന്ന ആരോപണങ്ങൾ വന്ന് ഉത്തരം മുട്ടി നിൽക്കുന്ന ഒരു സ്റ്റേജിലാണ് ഇങ്ങനൊരു ചാൻസ് കിട്ടി. ആ ചാൻസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് അവർ നന്നായിട്ട് ഉപയോഗിച്ചു. അവർക്ക് ഞാൻ പറഞ്ഞ ഈ നമ്മൾ മുറിവിന്മേൽ മുളക് തേക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതേപോലെയാണ് ഈ CPM അനുഭാവികളുടെ പരാതികളോട് വന്നപ്പോഴത്തേക്ക് കോൺഗ്രസ്സുകാർ പറയുന്നതിന് ഒരു മുൻതൂക്കം ലഭിച്ചു. അതെ, അല്ല, അവർ പറഞ്ഞതിനകത്ത് വാസ്തവമുണ്ട്. ഭരിക്കുന്ന പാർട്ടിയിൽപ്പെട്ടവർ പോലും വന്ന് സർക്കാരിൻ്റെ പോലീസിനെതിരായിട്ട് വന്ന് അവർ പരാതി പറയുകയാണ്. ഞങ്ങൾ ഈ 8 വർഷം മുമ്പ് 9 വർഷം മുമ്പ് ഈ പരാതി കൊടുത്തിട്ട് ഒരു നടപടിയുമില്ല. ആ SFI നേതാവ് പിന്നെ ജയകൃഷ്ണൻ തണ്ണിത്തോടിൻ്റെ അയാളെ മർദ്ദിച്ച CIA, ഈ സർക്കാർ തന്നെ പ്രൊമോഷൻ കൊടുത്ത അയാളെ DYSP ആക്കി ക്രമസമാധാന ചുമതല കൊടുത്തിരിക്കുകയാണ് ആലപ്പുഴയിൽ, മധു ബാബു എന്ന് പറയുന്നത്. അയാൾക്കെതിരെ നടപടി വേണമെന്ന് ജില്ലാ പോലീസ് സൂപ്രണ്ട് കൊടുത്ത പരാതി മുക്കി വെച്ചിരിക്കുകയായിരുന്നു എന്നാണ് ഇന്ന് പുറത്തു വന്ന രേഖകൾ തെളിയിക്കുന്നത്. അപ്പോൾ ഇത് സർക്കാരിനൊന്നും പറയാൻ പറ്റാത്തൊരു സ്ഥിതി. അപ്പോൾ അത് കോൺഗ്രസ് നന്നായിട്ട് ഉപയോഗിച്ചു. നമുക്ക് അത്ഭുതം തോന്നുന്നു, കോൺഗ്രസിനൊരു സമരം പലപ്പോഴും പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് നമ്മൾ കണ്ടത്. യൂത്ത് കോൺഗ്രസ്സുകാരായാലും കോൺഗ്രസ് നടന്ന സമരം. പക്ഷേ ഈ സമരം അവർ വളരെ സജീവമായി നിർത്തിയിരിക്കുകയാണ്. ആ 4 പോലീസുകാരുടെ വീടുകളിലേക്കും എല്ലാ ദിവസവും സമരം നടത്തുകയാണ്, അല്ലെങ്കിൽ പ്രതിഷേധവുമായിട്ട് പോവുകയാണ്. അത് സത്യം പറഞ്ഞാൽ സർക്കാരിനെയും പോലീസ് സേനയും വല്ലാതെ തന്നെ വിഷമിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇതൊരു വല്ലാത്ത ട്രെൻഡ് ഇനി ഉണ്ടാവും. ഇപ്പോൾ കോൺഗ്രസ് പോലെ ഇത്ര വലിയ സംഘടനാ ശക്തി ഒന്നുമില്ലാത്തൊരു പാർട്ടിക്ക് പോലും ഈ അടിക്കുന്ന പോലീസുകാരുടെ വീടുകളിലേക്ക് സമരം നടത്തുകയും അവരെ പൊതുസമൂഹത്തിൽ അവരെ ഭയങ്കര മർദ്ദകന്മാരായിട്ട് ചിത്രീകരിക്കാനും കിട്ടുന്ന ഒരവസരം പൊതുജനം ഇനി എങ്ങനെ വിനിയോഗിക്കും എന്നുള്ളത് കണ്ടറിയാം. കാരണം നാളെ ഈ ഭരണം മാറി വേറൊരു ഭരണം വരികയും അന്ന് പ്രതിപക്ഷത്തിരിക്കുന്നവർ ഒരുപക്ഷെ ഇതിനെക്കാട്ടി രൂക്ഷമായിട്ടായിരിക്കാം. ഇപ്പോൾ ഒരു CPMോ BJPയോ ഒക്കെ ആണെങ്കിൽ അവർ കുറച്ചുകൂടെ കായികമായി നേരിടുന്ന അവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യങ്ങളുണ്ടാവും. കാരണം അവർക്ക് പാർട്ടിയുടെ നെറ്റ്വർക്ക് അങ്ങനെ ഉള്ളത് സജീവമായി നിൽക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് പോലും ഇങ്ങനെ തരത്തിലേക്ക് ഈ സമരമാർഗവുമായി പോയത് സത്യം പറഞ്ഞാൽ സർക്കാരിനും പോലീസ് സേനയ്ക്കും വലിയൊരു നാണക്കേടാണ്. കാരണം ഇത്തരക്കാരെ ജനങ്ങൾ കൈകാര്യം ചെയ്യും എന്നുള്ളൊരു സന്ദേശം പോലും ആയി പോകാം ഇത് ചിത്രീകരിക്കപ്പെട്ടേക്കാം. കാരണം അത് പോലീസുകാർക്ക് ഒരു ഭയമുണ്ടാവും.
ഏതാ ഇത്തരത്തിൽ ജനങ്ങളെ അനാവശ്യമായി മർദ്ദിക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് അവരുടെ സുരക്ഷിത താവളമെന്ന് പറയുന്ന അവരുടെ വീടുകളിൽ പോലും കിടന്നുറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടാവും. അപ്പോൾ അത് സർക്കാരിനെ കുറച്ചുകൂടി സമ്മർദ്ദത്തിലാക്കുക. കാരണം ഇവരെ ഈ സസ്പെൻഷനിലായിരിക്കുന്നവരെ പിരിച്ചുവിടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാതിരിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. ഇപ്പം ആ പീച്ചിയിൽ കൈക്കൂലി വാങ്ങിച്ച PM രതീഷ് എന്ന് പറയുന്ന ആ ഉദ്യോഗസ്ഥൻ ജോലി ചെയ്യുന്ന കടവന്തറ പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്ന് വൈകുന്നേരം ഇപ്പം കോൺഗ്രസ്സുകാരുടെ പ്രകടനം നടക്കാൻ പോകുന്നു എന്ന് ഇപ്പോൾ വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരക്കാർക്കെതിരെ ജനങ്ങൾ അത്തരക്കാരെ കണ്ടുപിടിച്ച് അവർക്കെതിരെ സമരം നടത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകാൻ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു ക്രമസമാധാന പ്രശ്നവും അരാജകത്വവും സൃഷ്ടിക്കുന്ന ഒരവസ്ഥയാണത്. എല്ലാ ദിവസവും സമരം, എല്ലാ ദിവസവും റോഡിലും ബഹളം ഉണ്ടാകുക, ഗ്രാമങ്ങളിൽ താമസിക്കുന്ന അല്ലെങ്കിൽ പട്ടണങ്ങളിൽ താമസിക്കുന്ന ഹൗസിംഗ് കോളനിയിലൊക്കെ താമസിക്കുന്ന ഈ പോലീസുകാരുടെ വീടിൻ്റെ മുമ്പ് പോയി കിടന്ന് ബഹളമാണ്. മറ്റുള്ളവർക്ക് കൂടെ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ പോലീസുകാരെ വലിയ തോതിൽ ഇത് മാനസികമായി തകർക്കുന്ന ഒരു സംഭവമായിട്ട് പോലും മാറാനിടയുണ്ട്. ഒരു പക്ഷേങ്കിൽ അവരാണ് അവരുടെ നിലപാടുകളിനകത്തൊരു മാറ്റം വരുത്തുന്നത്. ഇങ്ങനെ ഈ സാധാരണക്കാരെ പിടിച്ചുകൊണ്ട് വന്ന് ക്രൂരമായി മർദ്ദിക്കുക, തല്ലിക്കുക, പൈസ വാങ്ങിക്കുക. അപ്പോൾ നോക്കിയേ, എന്ത് കുറ്റം ചെയ്താലും കാശ് കൊടുത്താൽ ഇറങ്ങിപ്പോകാവുന്ന സ്ഥിതി ഇവർ തന്നെ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ അത് ഒരു വല്ലാത്ത മെസ്സേജാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഏത് തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരായാലും അവരാണ് സ്വയം മാറാനായിട്ട് ശ്രമിക്കേണ്ടത്. അത് ജനങ്ങളെ എന്ന് പറയുന്നവരെയൊക്കെ യൂണിഫോം ധരിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ മർദ്ദിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡിനൊരു മാറ്റം വരണം. ഇതൊരു പരിഷ്കൃത ലോകത്താണ്, ഇത്രയും വിദ്യാഭ്യാസമുള്ളൊരു സംസ്ഥാനം, നമ്മളെല്ലാത്തിലും മുന്നിലാണെന്ന് പറയുന്നത്. പക്ഷേ പോലീസുകാരുടെ സ്വഭാവത്തിനൊരു മാറ്റവും വരുന്നില്ല. ഇപ്പോൾ നല്ല പോലീസുകാരുണ്ട്, നല്ല പോലീസുകാരില്ലെന്നല്ല. കാരണം പോലീസുകാരുടെ സേവനം നമ്മൾ കണ്ടതാണ്. ഈ പ്രളയം വന്ന 2 പ്രളയകാലത്തും ഏറ്റവും കൂടുതൽ സേവനം അനുഷ്ഠിക്കാൻ പുറത്തിറങ്ങിയത് പോലീസുകാരാണ്. കോവിഡ് കാലത്തും അവരായിരുന്നു ഈ ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി പുറത്ത്. ഇതെല്ലാം നമ്മൾ അംഗീകരിക്കുകയാണ്. അംഗീകരിക്കുമ്പോഴുമാണ് ഇതിനകത്ത് ഈ 65,000 പേരുള്ളതിനകത്ത് ഒരു 10, 2,000, 3,000 പേര് ഇടിയന്മാർ ഇങ്ങനെ ഇറങ്ങി ജനങ്ങളെ കുനിച്ച് നിർത്തി ഇടിക്കുകയാണ്. അത് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല, അത് അംഗീകരിക്കാനും കഴിയുന്നതല്ല.